ഹലോ. അപ്പോഴത്തേക്കിന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. പറമ്പിലോട്ടൊക്കെ മാങ്ങയൊക്കെ പറിക്കണമായിരുന്നു, അതിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ കണ്ടോ, കാന്താരി ഫുള്ളും പഴുത്ത് കിടക്കുക. കണ്ടോ, ഒരെണ്ണം പോലും ഇല്ല, പച്ചയെ മുഴുവൻ പഴുത്ത കാന്താരി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അല്ലെങ്കിലും ഒരു റെഡും ഗ്രീനും കോമ്പിനേഷൻ സൂപ്പറല്ലേ. അപ്പം ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ വെള്ളക്കാന്താരി ഉണ്ടായിരുന്നു. ഇതെല്ലാം കാക്ക കൊണ്ട് കൊത്തിയിടുന്ന കേട്ടോ. അങ്ങനെ ഈ വെള്ളക്കാന്താരി ഉണ്ടായിരുന്നു. വെള്ളക്കാന്താരി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉള്ളായിരുന്നു, എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ. റെഡ് സൂപ്പറായിട്ട് ഇഷ്ടം പോലെ റെഡ് കളറിലെല്ലാം പഴുത്ത് ഇരിക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ അരി വീണ് അവിടെ തന്നെ പിന്നെയും കിളുത്തുകൊണ്ടിരിക്കുമല്ലോ. ഈ വെള്ളക്കാന്താരി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവിടെ അതിനകത്ത് ഒരു പഴുത്ത് ഒരെണ്ണം നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പപ്പ മാങ്ങ പറിച്ച് തരുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇത്രയും മാങ്ങ, കുറച്ച് നല്ല ഈ സൈഡിൽ നിന്ന മാങ്ങ ഫുള്ളും നമ്മൾ പറിച്ചു കേട്ടോ. അങ്ങനെ പപ്പ മാങ്ങ പറിക്കുമായിരുന്നു, ഞാനും മമ്മിയും അമ്മയൊക്കെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഇപ്പുറത്തെ ആൻറ്റിയുടെ മുറ്റത്തോട്ടാണ് മാവിൻ്റെ ഈ ശകരം ഇങ്ങോട്ട് കിടക്കുന്നത്. അപ്പം നമ്മൾ അവരുടെ മുറ്റത്ത് നിന്ന് മാങ്ങ പറിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയുടെ ഒരു ചെറിയ പൂന്തോട്ടം അത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ നല്ല കുറേ ഫ്ലവറായിട്ട് ഒരു ചെടി നിൽക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു അത് കാട്ടുചെടിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല അമ്മ, എനിക്കൊന്ന് കാണണം. അപ്പോൾ അമ്മ പറഞ്ഞു എങ്കിൽ ഞാൻ പോയി വീഡിയോ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അത് കുറേ പൊക്കമായിരുന്നു. ഞാൻ വലിഞ്ഞ് കയറി പോയി കഷ്ടപ്പെട്ട് എടുത്തായത് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരെണ്ണം പറിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുവെക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഇത് കാട്ടുചെടിയാണ്, ആരും അങ്ങനെ വെക്കാറില്ലെന്ന് അമ്മ പറഞ്ഞു. പിന്നെ നമ്മൾ വേണ്ടെന്ന് വെച്ചു. അമ്മ പിന്നെ നോക്കിയപ്പോൾ ചക്ക പഴുത്തിട്ട് കണ്ടോ, ഒരെണ്ണം കിളി കുത്തി കിടക്കുന്ന കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ട് ചക്കക്കുരുവൊക്കെ ചുമ്മാ പറമ്പിൽ കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ നടന്ന് കാണാൻ പോയത് നമ്മുടെ കുമ്പിളയില ഉണ്ടാക്കത്തില്ലേ, കുമ്പിളയില ഉണ്ടാക്കുന്ന ഇല. ഞാൻ വാഴയിലക്കകത്ത് ഉണ്ടാക്കിയ കുമ്പിള് കഴിച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ കുമ്പിളയില ഞാൻ കണ്ടിട്ട് പോലുമില്ല. അപ്പം ഇങ്ങനെ ഇത് ഉണ്ടാക്കാൻ പ്രത്യേക ഇലയുണ്ടെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അമ്മ തടയിന് ഞാൻ പകുതി വരെ ആയിരുന്നപ്പോൾ എൻ്റെ കാലിൽ ഒഴിച്ച് ഉറുമ്പ്, കറുത്ത ടൈപ്പ് ഉറുമ്പ് അടിച്ചു. എനിക്ക് ഭയങ്കര കാലിന് കഴച്ച് കയറുന്ന പോലായിരുന്നു. ഞാൻ കുറച്ച് നേരം ഞാൻ വരുന്നുണ്ടെന്ന് ഇറങ്ങി നിന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ അത് മാറിയപ്പം ഞാൻ പോയി എടുത്ത കേട്ടോ. അമ്മ അങ്ങനെ കുമ്പിളയില പറിക്കുക കേട്ടോ. അങ്ങനെ ഇതാണ് കുമ്പിളയില. ഇത് നല്ല വലിയ ഇലയായിരുന്നു കേട്ടോ. നമ്മുടെ അത് പറിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ കറുവായുടെ സ്മെല്ല് വരും. കറുവേലയില്ലേ, ആ കറുവേലയുടെ ഒരു മണം കേട്ടോ, സ്മെല്ലാണ് അതിന്. അങ്ങനെ അമ്മ നമുക്ക് കൊണ്ടുപോകാനായിട്ട് അമ്മ പറിച്ച് തരുക ഇത്. അപ്പോൾ അമ്മ അറിഞ്ഞത് വാഴയിലക്കകത്ത് വെച്ചിട്ട് പൊതിഞ്ഞ് കൊണ്ടുപോയാൽ മതി, ഇതാവത്തില്ലെന്ന് പറഞ്ഞു, വാടത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറയാം അമ്മ സൂക്ഷിച്ച് പറിക്കും, ഈ കല്ലല്ലേ, അപ്പോൾ ഒരെണ്ണം ഇളകിപ്പോയി കഴിഞ്ഞാൽ അമ്മയ്ക്കൊക്കെ നല്ല പ്രാക്ടീസ് ആട്ടോ ഇങ്ങനെ അവത്തിലൊക്കെ കയറിയേക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത്രയും ഇതില്ല. കണ്ടോ ഈ ഇല കണ്ടോ, നല്ല വലിയ ഇലയല്ലേ. അപ്പോൾ അമ്മ അതൊക്കെ പറിച്ച് നമുക്ക് തരുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പറിച്ചിട്ട് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരത്തെ ചുമ്മാ പറമ്പിൽ കൂടെ കിടക്കുന്ന നടന്നൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടാ.